നമുക്ക് മോഹൻലാൽ എല്ലാവരും നന്നായിട്ടുണ്ട്. അടിപൊളിയായി, നല്ല പടമായിരുന്നു. അടിപൊളി, നല്ല കോമ്പിനേഷൻ, കുറെ നാളുകൾക്ക് ശേഷമല്ലേ. അതെ അതെ. ആവറേജ് ആവറേജിന് മുകളിൽ പോയിട്ടില്ല. അത്രേ ഉള്ളൂ, ആവറേജിന് മുകളിൽ പോയിട്ടില്ല. നമുക്ക് കുഴപ്പമില്ല. ലാലേട്ടനും വേണ്ടത്, ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് വേണ്ടത് ആവശ്യമില്ല. അവസാനം മരണാനന്തര ബഹുമതി കൊടുത്തു ലാലേട്ടൻ. ഫഹദ് കൊള്ളായിരുന്നു, ഫഹദിന് നല്ല പെർഫോം ചെയ്യാനുള്ള വേഷം ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള എല്ലാ വേഷങ്ങളും മമ്മൂട്ടിയും കുഴപ്പമില്ല. കത്തിക്കൊന്നുമില്ല. ഒരു ആവറേജിന് മുകളിൽ പോകില്ല. ഇത്ര എനിക്ക് അങ്ങനെയായിട്ട് തോന്നുന്നത്. വെറും ആവറേജിന് മുകളിൽ ഒട്ടും പോകില്ല. ഗംഭീര പടം. അതായത് ആ സംവിധായകൻ്റെ മികവ് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ മമ്മൂട്ടി ഈ പ്രായത്തിലും പുള്ളിയുടെ ആ ആവശ്യകതകളൊന്നും പ്രേക്ഷകർക്ക് തോന്നില്ല. പുള്ളി അത് ആ ക്യാരക്ടറായിട്ട് മാറി ഗംഭീര പെർഫോമൻസാണ് ഇത്. അതിനകത്തൊരു മമ്മൂട്ടിയുടെ തന്നെ ഒരു പാട്ടുണ്ട്, മനുഷ്യൻ എന്നും പറഞ്ഞ്. ആ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ ആവശ്യം ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് തിയേറ്ററിൽ വിത്ത് ഫാമിലി കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. ഗംഭീര സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു. സെക്കൻഡ് ഹാഫ് മോഹൻലാലിൻ്റെ പെർഫോമൻസ് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ആ സെക്കൻഡ് ഹാഫ് കൊണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യ, നല്ല സിനിമയാണ്. പിന്നെ നമ്മുടെ കുറച്ചാളും ഇതെല്ലാവരും മസ്റ്റ് വാച്ച് പടമാണ്. കാരണം ഏറെക്കുറെ എന്തൊക്കെയോ കണക്റ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്തു. പിന്നെ പബ്ലിക്കിൻ്റെ ഗവൺമെൻറ് നമ്മളെ എത്ര ഇതാക്കുന്നോ, നമുക്ക് എത്ര സേഫ്റ്റി വരുന്നോ അതിനെയൊക്കെ പറ്റി ഒത്തിരി ഇതാക്കുന്നുണ്ട്. കിടിലൻ പടം, മസ്റ്റ് വാച്ചാണ്. മോഹൻലാലും മമ്മൂട്ടിയും അടിപൊളി. 2020 പോലൊരു മാസപടം പ്രതീക്ഷയും വരരുത്. ഇതൊരു നല്ല കഥയിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. അല്ലാതെ ആർക്ക് ഇമ്പോർട്ടൻസ് അങ്ങനെ മാസ് എലിമെൻസിനല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. മെസ്സേജ് ആയിട്ടല്ല, അവർ ടെക്നിക്കലി ഇപ്പോൾ BGM ആയാലും എഡിറ്റിംഗ് ആയാലും ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലൊരു മൂവി അവർ ചെയ്തിരിക്കുന്നു. ഒരു മമ്മൂക്ക സിനിമയിൽ ലാലേട്ടൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്തു എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത. ലാലേട്ടൻ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴാണ് തിയേറ്റർ മൊത്തം ഒന്ന് ഉണർന്നത്. അങ്ങനത്തെ ഒരു ആക്ഷൻ ബ്ലോക്കും എല്ലാം ലാലേട്ടനാണ് കുറച്ചുകൂടെ തകർത്തായിട്ട്. ഒരു ക്ലാസ് പടമാണ്. ആരും ഒരു 2020 മോഡൽ ഒരു മാസ് പടം പ്രതീക്ഷിച്ച് വരരുത്. പക്ക ക്ലാസ് ഒരു പടമാണ്. അത് ഡ്യൂറേഷനൊക്കെ അവർ അത്രയും സെറ്റ് ചെയ്തിരിക്കുന്ന, അത് കഥ ബിൽഡ് ചെയ്ത് എടുത്ത് വന്ന ഒരു സമയമാണ്, അല്ലാതെ ലാഗൊന്നും അല്ല. മോഹൻലാൽ വന്നപ്പോൾ മൊത്തം വേറെ ലെവലായി. പക്ഷേ ഇതുവരെ കാണുന്നതിന് വ്യത്യസ്തമായിട്ടാണ് എടുത്തിരിക്കുന്നത്. കാഷ്വലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്ന പടം. അത് ഡിഫറൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഒരു കഥ. ഇനി വരും കാലങ്ങളിൽ ഇവിടെ ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന, ഇനി കാണാൻ പോകുന്ന, ഇനി കേൾക്കാൻ പോകുന്ന, ഇനി കാണാൻ പോകുന്ന ഒരു സിനിമയാണ്. ഈ കഥയാണ് ഈ സിനിമയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ മികച്ച സിനിമയാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നന്നായിട്ട് ഇത് അണിയിച്ചിരിക്കുന്നുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഇതിൽ അഭിനയിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ കഥാപാത്രങ്ങളും വളരെ നല്ല നിലയിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ മികച്ച സിനിമയാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന സിനിമയാണ്. സൂപ്പർ ഹൈറ്റ് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പുള്ളി വരുമ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് ചാർജ് ആവണത്. പടം ശരിക്കും പറഞ്ഞാൽ പുള്ളി വരുമ്പോഴാണ് കുറച്ചുകൂടെ ചാർജ് ആവുന്നത്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഫഹദ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫഹദിൻ്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. ഒരു ഓളമായിരുന്നു. പുള്ളിയുടെ ഒരു പാർട്ടി തന്നെയായിരുന്നു മെയിനായിട്ടുള്ളത്. മോഹൻലാലിൻ്റെ അത് തന്നെയായിരുന്നു പടം. ഫഹദ് ഫാസിലിന്റെ അഭിനയമാണ് ഏറ്റവും കൂടുതൽ. ഫഹദ് ഫാസിലാണ് തീർച്ചയായും ഹൈലൈറ്റ്. ഫസ്റ്റ് ഷോയിലൊക്കെ തിയേറ്റർ നല്ല ഓളം ഉണ്ടാവും. പക്ഷേ ഇതില് ലാലേട്ടൻ വന്നപ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മമ്മൂട്ടിയുടെ ഒരു സീനിലും ഇല്ല. എല്ലാവരും നല്ല റോൾ ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോഹൻലാലിനെയായിരുന്നു. പടം കുഴപ്പമില്ലായിരുന്നു, നൈസായിരുന്നു. ലാലേട്ടൻ ക്യാമിയോ റോളാണല്ലോ, നമുക്കറിയാലോ. ലാലേട്ടൻ വന്ന ടൈമിൽ സ്ക്രീൻ പ്രസൻസ് അത് കിടിലായിരുന്നു. നല്ല ഹൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി മൂവിയുടെ ഫുൾ ഡ്യൂറേഷനും ഉണ്ട്. ആൻഡ് ഹി ഡിഡ് പ്രിറ്റി വെൽ. പടം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ശ്രമിച്ചിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. പടം പിന്നെ ലാലേട്ടനാണേലും മമ്മൂക്കയാണേലും രണ്ടുപേരുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. അവർ രണ്ടുപേരുമാണ് പടം നോക്കിയിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി നമ്മുടെ മലയാള സിനിമയിലെ ലെജൻസുകളെ എല്ലാവരും ഒരേ ഫ്രെയിമിൽ കാണാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ പടം തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യങ് ജനറേഷനിലെ കുട്ടികൾക്ക് ഇതിനകത്തുനിന്ന് സംഭവിക്കാൻ പറ്റുന്ന പോസിറ്റീവ് വശം മാത്രമല്ല സോഷ്യൽ മീഡിയക്കുള്ളത്, നെഗറ്റീവ് വശവുമുണ്ട്. അതെങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു മെസ്സേജ് കൂടി ഈ പടം തരുന്നുണ്ട്. മൊത്തത്തിൽ അടിപൊളി ഫാന്റാസ്റ്റിക് കിടുക്കാറ്റ് സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു. അടിപൊളി പടമായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല പടമായിരുന്നു. രണ്ടുപേരും മോഹൻലാലും മമ്മൂട്ടി തൂക്കിയെന്ന് പറഞ്ഞാൽ വമ്പർ തൂക്കി. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. കണ്ടോണ്ടിരിക്കാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് പേര് ഒരു ലാഗ്നസ് പറയുന്നത്. കാര്യം മഹേഷ് നാരായൺ സിനിമ നമുക്കറിയാം സ്ലോ മൂവാണ് പോകുന്നത്. പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ലെജൻസിന്റെ സ്ക്രീനിൽ കണ്ട ആ ഒരു സന്തോഷമുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ടെക്നോളജി പരമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട് പടം. എന്ത് പറയാൻ ചേട്ടാ, ഗൂസ് ബംസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ ലാലേട്ടനെ കുറച്ചുകൂടെ സ്ക്രീൻ പ്രസൻസ് കൊടുക്കാമെന്ന് എനിക്ക് ഫീൽ ചെയ്തു.
പെട്ടെന്ന് വന്ന് പോയതുകൊണ്ട് ഫീൽ ചെയ്തു. പക്ഷെ അടിപൊളി 100 കോടി പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാര്യം ഓഡിയൻസിന്റെ ഓരോ സമയത്തുള്ള മൈൻഡ് സെറ്റും സെൻസും വേറെയല്ലേ. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു അങ്ങനെ ഈ പ്രായത്തിൽ മമ്മൂക്കയെ ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ